അപ്പം നമ്മുടെ ഇന്നത്തെ കഥ. ഈ കഥയെക്കുറിച്ച് ഞാനിപ്പം തന്നെ പറയുന്നില്ല. അതായത് വൺ ലൈനൊന്നും ഞാനിപ്പം പറയുന്നില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രസം പോവും. സംഭവം തമ്പനയിൽ കണ്ടതുപോലെ ഒരു മോഷണമാണ്. പക്ഷെ അതെങ്ങനെ നടക്കുന്നു, ഏത് വഴിയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ സിനിമ കണ്ടു തന്നെ അറിയുക. കാരണം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇതൊരു ഗംഭീര മാരക സിനിമയാണെന്നൊന്നും ഞാൻ പറയില്ല. ഒരു വട്ടം കണ്ടു നോക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ. പിന്നെ സിനിമയിൽ 2-3 ട്വിസ്റ്റൊക്കെ വരുന്നുണ്ട്. സോ അധികം ഹൈപ്പ് കൊടുക്കാണ്ട് ചുമ്മാ ഒരു ലേസിന്റെ പാക്കറ്റും പൊട്ടിച്ച് കഴിച്ചങ്ങ് കാണുക. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. പെഡിങ്ടണിലെ വലിയൊരു കൺസ്ട്രക്ഷൻ സൈറ്റ്. അവിടെയാണ് ഈ കഥയുടെ ആരംഭം. എന്നത്തെയും പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പണിക്കാർ. കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് വലിയൊരു കുഴിയെടുക്കുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത്. ആ കുഴിക്കകത്ത് എന്തോ ഉണ്ട്. അതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ് എൻ്റെ പണിക്കാർ. ഇവരപ്പം തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു. ഇതാണ് സേറ. ഈ സംഭവം കണ്ടേക്ക് സേറക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് അവരുടെ കയ്യിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന കേസല്ലാന്ന്. അങ്ങനെ സേറ വേഗം തന്നെ ആർമിയെ വിവരം അറിയിക്കുന്നു. അപ്പോഴാണ് ആ കുഴിക്കകത്ത് എന്തായിരുന്നു എന്ന് നമുക്കങ്ങ് കാണിച്ചു തരുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൽ പൊട്ടാതെ കിടക്കുന്ന ഒരു ബോംബ് അഥവാ ഷെൽ. അത് സേഫാണോ പൊട്ടോ ഒന്നും പറയാൻ പറ്റില്ല. ഇതാണ് മേജർ വിൽ. പുള്ളിക്കാരൻ ഈ ബോംബ് ഡിസ്പോസലിൽ പുലിയാണ്. അങ്ങനെ വില്ല് എത്രയും വേഗം 800 മീറ്റർ റേഡിയസിലുള്ള പെരിമീറ്റർ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയുന്നു. പറയാന്ന് മാത്രമല്ല, വില്ല് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. കൂടെ കുറച്ച് പട്ടാളക്കാരുണ്ട്. ഇവിടെ സേറയാണെങ്കിൽ ട്രാൻസ്പോർട്ട് പോലീസ്, TFL, മേയർ എന്ന് വേണ്ട സകലമാന ആൾക്കാരെയും കാര്യം അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവാക്വേഷൻ സ്റ്റാർട്ടാവുന്നത്. ഹൈഡി പാർക്ക് എന്ന് പറയുന്ന പാർക്കിലോട്ടാണ് ജനങ്ങളെ മാറ്റുന്നത്. അവരാകെ പരിഭ്രാന്തിയിലാണ്. ഈ സമയത്താണ് ഒരു അപ്പാർട്ട്മെന്റ് കാണിക്കുന്നത്. ഈ അപ്പാർട്ട്മെന്റിൽ കൂടുതലായിട്ട് താമസിക്കുന്നത് ഇമിഗ്രൻസ് ആണ്. ഇതാണ് റഹീം ഫാമിലി. ഇവരും ഇമിഗ്രന്റ് ആണ്. ഇവരിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാനിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വക പൊല്ലാപ്പുകൾ. പാസ്പോർട്ട് എടുക്കാൻ പോലും പോലീസുകാർ സമ്മതിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പുറത്തു പോകാനാ പറയുന്നത്. അങ്ങനെ ആ ബിൽഡിംഗ് മുഴുവനായിട്ടങ്ങ് ഒഴിപ്പിക്കുന്നു. എന്നാൽ ഒരു റൂമിനകത്ത് മാത്രം ഒച്ചപ്പാടില്ലാണ്ട് ആരോ ഒളിച്ചിരിക്കുന്നു. അങ്ങനെ വില്ല് സൈറ്റിലെത്തി. ഇതാണ് കോർപ്പറൽ, ഒരു സാധാരണ പട്ടാളക്കാരൻ. ഈ ബോംബാണെങ്കിൽ മാക്സിമം വെള്ളത്തിൽ താഴ്ന്നിട്ടാണ് കിടക്കുന്നത്. ഒന്ന് മര്യാദക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം വറ്റിക്കണം. അങ്ങനെ വെള്ളം വറ്റിക്കുന്ന ജോലി കോർപ്പറലിനെയാണ് ഏൽപ്പിക്കുന്നത്. ഇതേ സമയം വില്ല് ആ കൺസ്ട്രക്ഷൻ സൈറ്റ് അവരുടെ ബേസാക്കി മാറ്റുന്നു. സെക്കൻഡ് വേൾഡ് വാറിലെ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പഴക്കണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബൂം. അങ്ങനെ സേറേനെയും ബാക്കിയുള്ള പോലീസുകാരെയും സൈറ്റിലോട്ട് വിളിപ്പിക്കുന്നു. വിളിക്കാന്ന് മാത്രമല്ല, 2 വർഷം മുമ്പ് ഇതേപോലെയുള്ള സെയിം കേസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അവർക്കത് തടയാനായില്ല. ആ ബോംബ് എക്സ്പ്ലോഡായി. അതിന്റെ വിഷ്വൽസാണ് പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എത്രയും വേഗം ഈ നഗരത്തെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കി പ്രഖ്യാപിക്കാൻ പറയുന്നു. ഇതുകൊണ്ട് മാത്രമായില്ല, സിറ്റിയുടെ ചില ബിൽഡിങ്ങിന്റെ അടിയിൽ കൂടെ 400 കിലോ വോൾട്ടുള്ള കേബിൾസ് ആണ് കടന്നു പോകുന്നത്. ചുരുക്കി പറഞ്ഞ ബോംബ് ന്യൂട്രലൈസ് ആവുന്നത് വരെ കറണ്ട് കട്ട് ചെയ്യണം. അങ്ങനെ അതിനുള്ള ഏർപ്പാടുകൾ ആരംഭിക്കുന്നു. സേറയാണെങ്കിൽ വേഗം തന്നെ സ്റ്റേഷനിലോട്ട് പോകുന്നു, ഈ എൻ്റയർ സിറ്റി വാച്ച് ചെയ്യാനായിട്ട്. സിറ്റിയുടെ 4 ഭാഗവും പോലീസുകാരാണ്. മേളിൽ നിന്ന് വാച്ച് ചെയ്യാൻ ഡ്രോണുകളും. ഒരു മനുഷ്യക്കുഞ്ഞകത്ത് കടന്നാൽ പോലും അത് വല്ലാത്തൊരു ഡേഞ്ചറാണ്. ഈ സമയത്താണ് ഈ സിറ്റിയിലെ ഒരു ബാങ്ക് കാണിക്കുന്നത്. അതും റഹീം താമസിച്ചിരുന്ന ബിൽഡിങ്ങിനോട് ചേർന്ന് വരുന്ന ഒരു ബാങ്ക്. അത് മാത്രമല്ല, ആ ബിൽഡിങ്ങിനകത്ത് ആരും അറിയാണ്ട് ഒളിച്ചിരിക്കുന്ന ഒരാളുണ്ട്. സത്യം പറഞ്ഞ ഒരാളല്ല, 5 പേര് ഫുൾ കോസ്റ്റ്യൂമും ധരിച്ച് ഗ്ലൗസൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ആ ബിൽഡിങ്ങിനോട് ചേർന്നിട്ടുള്ള ബാങ്ക് കൊള്ളയടിക്കാനായിട്ട്. ഇതേ സമയം കോർപ്പറൽ വെള്ളം വറ്റിക്കാൻ ആരംഭിക്കുന്നു. പക്ഷെ പതുക്കെ പതുക്കെ വളരെയധികം സൂക്ഷിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ അത് ചെയ്യുന്നത്. ഇനിയാണ് കള്ളന്മാരുടെ കളി. ഇവനാണ് ഇവരുടെ ബോസ്. ഇയാൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. ഈവൻ അയാളുടെ പേര് പോലും. തൽക്കാലം ഇവനെ എക്സ് എന്ന് വിളിക്കാം. അങ്ങനെ ഇവർ നേരെ പോകുന്നത് ബിൽഡിങ്ങിന്റെ താഴത്തുള്ള സ്റ്റോറേജ് യൂണിറ്റിലോട്ടാണ്. അതിനകത്തുണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റ്, ടൂൾസ് എന്ന് വേണ്ട സകലതും. ദേ ഇവനാണ് കറാളിസ്. ഇങ്ങേരാണ് ബിൽഡിങ്ങിന്റെ ചുറ്റും വാച്ച് ചെയ്യുന്നത്. ബാങ്കിന്റെ എല്ലാ സൈഡുകളിലും ക്യാമറ വെക്കുന്നു. ബാങ്കിന്റെ ഫ്രണ്ട് ഡോർ ആൻഡ് ബാക്ക് ഡോർ അങ്ങ് പൂട്ടിയിടുന്നു. എന്നിട്ടാവും പോകുന്നത് ബിൽഡിങ്ങിന്റെ പുറകിലുള്ള ഡസ്റ്റ്ബിൻ ഇരിക്കുന്ന ഏരിയയിലോട്ടാണ്. അവിടെയുള്ളൊരു ഡസ്റ്റ്ബിന്നിനകത്ത് അവർക്ക് വേണ്ട ജനറേറ്റർ ഉണ്ട്. അതിന്റെ വയറ് പൈപ്പ് വഴി അകത്തോട്ടങ്ങ് ഇട്ടുകൊടുക്കുന്നു. ഇതേ സമയം എക്സും സംഘവും കൂടെ ബിൽഡിങ്ങിന്റെ ചുമര് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിന്റെ ഉള്ളിൽ കൂടെ വോൾട്ട് തുറക്കണമെന്നുണ്ടെങ്കിൽ പാസ്വേഡിന്റെ ആവശ്യമുണ്ട്. ഇതാവുമ്പോൾ ചുമരും തകർത്ത് നേരെ വോൾട്ടിലേക്ക് കയറാൻ സാധിക്കും. ബാങ്കിനോട് ചേർന്നിട്ടാണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത്. സോ ഈസി ആണല്ലോ. അങ്ങനെ അടിച്ചടിച്ച് ചുവരിന്റെ 1ാമത്തെ ലെയർ അങ്ങ് പൊട്ടിക്കുന്നു. 2ാമത്തെ ലെയർ തകർക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചുറ്റിക പോരാ. ഈ സമയത്താണ് ഒരു യമണ്ടൻ സാധനവും കൊണ്ട് എക്സ് വരുന്നത്. എന്നിട്ട് അതും കൊണ്ട് ഡ്രില്ല് ചെയ്യാൻ ആരംഭിക്കുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേറ റൊട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് സിറ്റിയിലേക്ക് പോലീസിനെ അയക്കുന്നത്. എന്നാൽ കറാലിസ് പുറത്തിരുന്നുകൊണ്ട് ഇതെല്ലാം കാണുന്നു. അവൻ അപ്പം തന്നെ വർക്ക് നിർത്തിവെക്കാനാ പറയുന്നത്. ഇവരുടെ ഡ്രില്ലിംഗ് സൗണ്ട് എങ്ങാനും പോലീസുകാർ കേട്ടാ തീർന്നു. അങ്ങനെ കോർപ്പറൽ വെള്ളം വറ്റിച്ചിട്ടുണ്ട്. ഇനിയാണ് പ്രധാന പണി. ആ ബോംബിന്റെ തൊട്ടടുത്തുനിന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇളകിയാൽ പോലും അത് ബ്ലാസ്റ്റ് ആവാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ വില്ല് പതുക്കെ പതുക്കെ ആ ബോംബിന്റെ മുകളിലുള്ള മണ്ണ് മാറ്റുന്നു. 3 ഫ്യൂസുകളാണ് അതിനുള്ളത്. അതിലൊന്ന് ടൈമറാണ്, വിച്ച് മീൻസ് അതൊരു ടൈം ബോംബായിരുന്നു. എന്നാൽ അതിന് അത്രയും പഴക്കമുണ്ട്. അതുകൊണ്ട് ടൈമറൊന്നും വർക്കാവാൻ യാതൊരു ചാൻസും ഇല്ല. പക്ഷെ എന്നാലും പരിശോധന നിർബന്ധമാണ്. അങ്ങനെ വില്ല് ടൈമർ ഒന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ടിക് ടിക് സൗണ്ട് അങ്ങ് കേൾക്കാൻ തുടങ്ങുന്നത്. ഇത് കേട്ടേക്ക് ഇവരാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. അവിടെയുള്ള മുഴുവൻ പട്ടാളക്കാരോടും ഹാർഡ് കവറിൽ ഇരിക്കാൻ പറയുന്നു. ടൈമർ വർക്ക് ചെയ്യുന്നൊരു ബോംബ് 48 മണിക്കൂറിലെ ഏത് സെക്കൻഡ് വേണേലും ബ്ലാസ്റ്റ് ആവും. ചുരുക്കി പറഞ്ഞ അവിടെയുള്ള മുഴുവൻ പട്ടാളക്കാരുടെയും ജീവൻ ഈ പാപത്തിലാണ്. ഇതൊക്കെ കേട്ട് പോലീസുകാരാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇനി ടൈമർ നിർത്താൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ക്ലോക്ക് സ്റ്റോപ്പർ. ഇതൊരു മാഗ്നറ്റിക് ഡിവൈസ് ആണ്. ഇത് വെച്ച് നിർത്താൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ 100% ഉറപ്പൊന്നുമില്ല. ഈ ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾക്കാണ് സാധ്യത. 1, ടൈമർ നിർത്താൻ സാധിക്കും. 2, ടൈം കഴിയുന്നതിന് മുമ്പ് ബോംബ് ചിലപ്പോൾ ബ്ലാസ്റ്റ് ആയേക്കാം. അങ്ങനെ വില്ല് ക്ലോക്ക് സ്റ്റോപ്പർ വെക്കുന്നു, വേഗം തന്നെ ഓടുന്നു. ഇതിന്റെ പവർ സോഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കോർപ്പറലാണ്. അങ്ങനെ വിൽ കവറിൽ ഇരുന്നതിന് ശേഷം കോർപ്പറലിനോട് അത് ഓണാക്കാൻ പറയുന്നു. എന്തോ ഭാഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല. ആൻഡ് ടൈമർ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. അങ്ങനെ വില്ലും സംഘവും കൂടെ മിറ്റിഗേഷൻ വോൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഈ ബോംബിന് ചുറ്റും മണ്ണുകൊണ്ട് വലിയൊരു മതിലുണ്ടാക്കും. അതാണ് മിറ്റിഗേഷൻ വോൾ. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം 5 മണിക്കൂർ എടുക്കും. ഇതേ സമയം കള്ളന്മാരാണെങ്കിൽ 2ാമത്തെ ലെയറും തകർത്തു. ഇനിയുള്ള ലെയർ സ്റ്റീലാണ്, സോ ഗ്യാസ് കട്ടർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോർപ്പറൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച കാണുന്നത്. 80 വർഷത്തോളം പഴക്കമുള്ളൊരു ബോംബ് എന്തായാലും തുരുമ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു ബോംബിന്റെ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രം തുരുമ്പില്ല. എന്താ പറയാ, കറക്റ്റ് പുതിയതുപോലെ. ഇത് കണ്ടേക്ക് കോർപ്പറൽ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. ഇവൻ അപ്പം തന്നെ വില്ലിനോട് കാര്യം പറയുന്നു. സർ, ഇതെന്താ ഇങ്ങനെ? എനിക്കും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മെഷീൻസ് ഏട്ടൻ തട്ടിയതായിരിക്കും. അത് മാത്രമല്ല, ആക്റ്റീവായിട്ടുള്ളൊരു ടൈമറിലെ സ്ഥിതിക്ക് തുരുമ്പൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കോർപ്പറൽ ഈ തുരുമ്പിന് പിന്നാലെയാണ്. അങ്ങനെ കള്ളന്മാർ വോൾട്ടിലെത്തി. എന്നിട്ട് ഓരോ ഡെപ്പോസിറ്റ് ബോക്സ് വീതം അടിച്ചെടുക്കാൻ തുടങ്ങുന്നു. പല ബോക്സിലും പല പല സാധനങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോൾഡ് ബാർ കിട്ടുന്നത്. എന്നാൽ എക്സ് അത് എടുക്കണ്ടെന്നാണ് പറയുന്നത്. കാരണം വേറൊന്നുമില്ല, ഈ ഗോൾഡ് ബാർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിറ്റ് ആയിരിക്കും. ആ വെയിറ്റ് ചിലപ്പോൾ ഇവരുടെ മോഷണത്തെ ബാധിച്ചേക്കാം. പണം, ജുവൽസ്, വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളാണ് പുള്ളിക്കാരൻ മോഷ്ടിക്കാൻ പറയുന്നത്. ഇതേ സമയം കോർപ്പറൽ ബാക്കിയുള്ള പട്ടാളക്കാർക്ക് ഈ തുരുമ്പിന്റെ ഇഷ്യൂ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് കയറിയിട്ടാണ് വില്ല് വരുന്നത്. എന്ത് തേങ്ങയാണേലും ശരി, ഇവര് നിൽക്കുന്നത് ഈ ബോംബിന്റെ തൊട്ടടുത്താണ്. സോ ഒട്ടും സേഫ് അല്ല. അതുകൊണ്ടാണ് വില്ല് അത്രയും ദേഷ്യത്തിൽ വരുന്നത്. പെട്ടെന്നാണ് ഈ ടൈമർ പിന്നെയും ഓണാവുന്നത്. ഇവർ വേഗം തന്നെ കവറിലിരിക്കുന്നു. ക്ലോക്ക് സ്റ്റോപ്പർ ഡിവൈസിന് എന്ത് പറ്റിയെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇനി ടൈമർ നിർത്താൻ ഒരേ ഒരു വഴി മാത്രം, മെത്തേഡ് ജെ. ഈ ബോംബിന്റെ മുകളിലേക്ക് ചെറിയൊരു സാധനം വെച്ച് ഡ്രില്ല് ചെയ്യും. എന്നിട്ട് അകത്ത് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബോംബ് ഡിഫ്യൂസ് ചെയ്യും. എന്നാൽ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞ അങ്ങേയറ്റത്തെ ഡേഞ്ചറാണ്. ഡ്രില്ല് ചെയ്യുമ്പോൾ ഒന്ന് പാളിയാൽ മതി, എല്ലാം കയ്യിൽ നിന്ന് പോവും. അതുകൊണ്ട് തന്നെ കോർപ്പറൽ ഇത് വേണോന്നാണ് ചോദിക്കുന്നത്. പക്ഷെ വില്ലിനാണെങ്കിൽ വേറെ വഴിയില്ല. അങ്ങനെ ഡ്രില്ലിങ് ആരംഭിച്ചു. പുള്ളിക്കാരനാണെങ്കിൽ അത്രയും ടെൻഷനിലാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് സേറ ഡ്രോൺ വഴി ഒരു കാഴ്ച അങ്ങ് കാണുന്നത്. ഈ സിറ്റിയിലെ 2 സ്ഥലങ്ങളിലാണ് ഹീറ്റ് സിഗ്നേച്ചർ ഉള്ളത്. കരണ്ട് മൊത്തം കട്ട് ചെയ്തിരിക്കുന്ന ഈ സിറ്റിയിൽ എങ്ങനെയാണ് ഹീറ്റ് സിഗ്നേച്ചർ വരിക? ഒന്നെന്തായാലും പട്ടാളക്കാർ യൂസ് ചെയ്യുന്ന ജനറേറ്ററാണ്. എന്നാൽ 2ാമത്തത് ബാങ്കിനോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങിന്റെ പുറകുവശത്തു നിന്നാണ് വരുന്നത്. അതായത് കള്ളന്മാരുടെ ജനറേറ്റർ. പിന്നെ സേറ ഒന്നും നോക്കിയില്ല, എത്രയും വേഗം മിഷൻ നിർത്തിവെക്കാൻ പറയുന്നു. ഇതൊക്കെ കേട്ട് വില്ലിനാണെങ്കിൽ ദേഷ്യം വരുന്നു. സേറ, ഈ മിഷൻ നിർത്താനാവില്ല. മിറ്റിഗേഷൻ വോളിന്റെ പണി പോലും തീർന്നിട്ടില്ല. എങ്ങാനും ബ്ലാസ്റ്റായ ആഘാതം വളരെ കൂടുതലായിരിക്കും. മേജർ, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഈ സിറ്റിയിൽ ആരെങ്കിലും ഇവാക്യുവേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരെ രക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അകത്തേക്ക് കാർ അയച്ചിട്ടുണ്ട്. വി ആർ എക്സ്ട്രീംലി സോറി. അങ്ങനെ തൽക്കാലം മിഷൻ നിർത്തിവെക്കുന്നു. പോലീസുകാരകത്ത് കടക്കുന്നു. ഇതേ സമയം മോഷണം തകൃതിയായിട്ട് പോകുന്നു. അപ്പോഴാണ് കറാലിസ് ആരും അറിയാണ്ട് ഒരു ബോക്സ് മാത്രം കൈക്കലാക്കാൻ നോക്കുന്നത്. എന്നാൽ എക്സ് അത് കാണുന്നു. കാണാന്ന് മാത്രമല്ല, ബാക്കിയുള്ള മോഷണ മുതലിന്റെ കൂടെ അതും വെക്കാൻ പറയുന്നു. അങ്ങനെ കറാലിസ് പുറത്ത് വാച്ച് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോഴാണ് പോലീസ് വണ്ടി കാണുന്നത്. അവൻ അപ്പം തന്നെ ടീമിനെ അറിയിക്കുന്നു. ജനറേറ്റർ ഓഫ് ചെയ്യുന്നു.
അതോടുകൂടെ ഹീറ്റ് സിഗ്നേച്ചർ ഇല്ലാണ്ടായി. സോ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും കരുതി തിരിച്ചു പോകാനിരിക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ കറാളിസിനെ കാണുന്നത്. ഇത് കണ്ടേക്ക് കറാളിസ് ആണെങ്കിൽ ഓടടാ ഓട്ടം. ബാക്കിയുള്ള ടീംസ് ആണേലോ വേഗം തന്നെ സാധനം എടുത്ത് ബിൽഡിങ്ങിന്റെ മേളിലോട്ട് പോകുന്നു. ഇതോടുകൂടെ വില്ലിന് ഒരു കാര്യം മനസ്സിലായി. കറാളിസിനെ പിടിക്കുന്നതുവരെ പോലീസുകാർ ഒരിക്കലും ഈ സിറ്റിയുടെ പുറത്തേക്ക് കടക്കാൻ പോകുന്നില്ല. ടൈമറിന്റെ അവസ്ഥ എന്താന്ന് ഒരു പിടുത്തൂല്ല. ഏത് നിമിഷം വേണേലും പൊട്ടാം. സോ പട്ടാളക്കാരെല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നു. അതല്ലാണ്ട് ഇനിയൊന്നും ചെയ്യാനില്ല. അങ്ങനെ എല്ലാവരും അത്രയും ഹാർഡായിട്ടുള്ള കവറിലിരിക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് ബോംബ് അങ്ങ് പൊട്ടുന്നത്. മിറ്റിഗേഷൻ വോളിന്റെ പകുതി പണി തീർത്തുകൊണ്ട് ആഘാതം കുറച്ചേലും കുറയ്ക്കാൻ പറ്റി. കറാളിസിന്റെ പിന്നാലെ പോയ പോലീസുകാരന് ഇഞ്ചുറി പറ്റുന്നു. ഹാർഡായിട്ടുള്ള കവറിലിരുന്നുകൊണ്ട് മാത്രം പട്ടാളക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്തോ ഭാഗ്യം കൊണ്ടാണ് ആഘാതം കുറഞ്ഞു പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ തീർന്നു. ഇതേസമയം കള്ളന്മാരാണേലോ ഒന്നിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ എക്സും വേറൊരുത്തനും കൂടെ നേരെ പുറത്തേക്കാണ് പോകുന്നത്. കറാളിസും ബാക്കിയുള്ളവരും മോഷണ മുതലും കൊണ്ട് ബിൽഡിങ്ങിന്റെ ടെറസിലോട്ട് പോകുന്നു. പോവാന്ന് മാത്രമല്ല, അവിടെ വലിയ 2 ഡ്രോണുകളാണ് റെഡിയാക്കി നിർത്തിയിരിക്കുന്നത്. ഇതേസമയം എക്സും മറ്റവനും കൂടെ സീവർ പൈപ്പ് വഴിയാണ് സിറ്റിയുടെ പുറത്തേക്ക് പോകുന്നത്. ഇതെല്ലാം ക്യാമറ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ. പക്ഷെ അവരാകെ കൺഫ്യൂഷനിലാണ്. കാരണം എക്സും ബാക്കിയുള്ളവരും ധരിച്ചിരിക്കുന്നത് പണിക്കാരുടെ കോസ്റ്റ്യൂമാണ്. സോ അവര് ശരിക്കും പണിക്കാരാണോ, അണ്ടർഗ്രൗണ്ടിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഇവാക്വേഷനെ കുറിച്ച് അറിയാത്തതാണോ ഒന്നും അറിയില്ല. എന്തായാലും സേറ അങ്ങോട്ട് പോലീസിനെ അയക്കുന്നു. ഇതേസമയം കറാളിസും മറ്റവനും കൂടെ ഡ്രോൺ എടുക്കുന്നു. എന്നാൽ അതിലത്തെ ഒരു ഡ്രോണ് മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ കറാളിസ് ഒന്നും നോക്കിയില്ല. മറ്റവന്റെ കയ്യിലോട്ട് വർക്ക് ചെയ്യുന്ന ഡ്രോൺ അങ്ങ് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് വർക്ക് ചെയ്യാത്തത് ഒരു മറവിലിരുന്നുകൊണ്ട് ശരിയാക്കിയെടുക്കുന്നു. ശരിയാക്കാന്ന് മാത്രമല്ല, അതിന്റെ മേളിൽ മോഷണ മുതലും വെച്ച് സിറ്റിയുടെ പുറത്തേക്കാണ് അയക്കുന്നത്. അവിടെയുണ്ട് ഇവരുടെ പെട്ടിയും കാത്തിരിക്കുന്ന ഒരു സ്ത്രീ. ഇതേസമയം പൈപ്പിന്റെ മറ്റേ അറ്റത്ത് എക്സിനെയും ടീംസിനെയും കാത്തിരിക്കുകയാണ് അഞ്ചാമൻ, അതും ഒരു വാനും കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കറാളിസിന്റെ പിന്നാലെ പോലീസുകാർ വരുന്നത്. പിന്നെ അവർ വെറുതെ ഇരിക്കോ, ഓടാൻ ആരംഭിക്കുന്നു. പോലീസുകാരാണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ കറാളിസ് വേഗം തന്നെ പ്ലാൻ പ്രകാരം സീവർ പൈപ്പിലോട്ട് പോകുന്നു. പക്ഷെ പോലീസുകാരുണ്ട് പിന്നാലെ. ഇവിടെ എക്സും കൂട്ടരാണെങ്കിൽ സേഫായിട്ട് വാനിലെത്തി. കറാളിസിനെ കുറെ പ്രാവശ്യം വിളിച്ചു നോക്കുന്നു. പക്ഷെ ഒരു രക്ഷയില്ല. ഇനി അവരില്ലാണ്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത്. അങ്ങനെ കറാളിസ് പോലീസുകാർക്ക് പിടികൊടുക്കാണ്ട് മറ്റൊരു സൈഡിലൂടെ പോകുന്നു. പോലീസുകാരാണെങ്കിൽ കറക്റ്റായിട്ട് അപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴേക്കും കള്ളന്മാർ മറ്റേ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്നു, ക്യാഷ് കൊടുക്കുന്നു, വണ്ടിയും കൊണ്ട് അങ്ങ് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ പോലീസുകാർക്ക് അവരെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ ഇടയിലാണ് മറ്റൊരു പോലീസുകാരനെ കാണിക്കുന്നത്. അങ്ങേരാണ് ആദ്യമായിട്ട് കറാളിസിനെ കണ്ട്, അതും റഹീം താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ പുറകുവശത്തു നിന്നായിട്ട്. അങ്ങനെ പോലീസുകാരൻ അകത്തോട്ട് കയറുന്നു, ചെക്ക് ചെയ്യുന്നു. ഇവാക്വേഷന്റെ മറവിൽ അത്രയും വലിയ മോഷണം നടന്നു എന്നുള്ളത് ഇപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോലീസുകാരൻ വേഗം തന്നെ സാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അവളാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. ഈ സമയത്താണ് കോർപ്പറൽ വില്ലിനോടൊരു കാര്യം പറയുന്നത്. സാറേ, എനിക്കൊരു സംശയമുണ്ട്. ഈ ബോംബിന്റെ ആഘാതം കണ്ടിട്ട് ഇതൊരു വേൾഡ് വാർ ബോംബായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പക്ക ഫേക്ക് സാധനം. ഇത് മേളിലോട്ടയച്ച് പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കേട്ടേക്ക് വില്ലാണെങ്കിൽ വേഗം തന്നെ സാറൊക്കെ വിളിച്ച് കാര്യം പറയുന്നു. ബോംബിന്റെ ഈ കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോവുക പോലീസാണ്. അതുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനാ അവരോട് പറയുന്നത്. എത്രയും വേഗം ഫോറൻസിക്കിനെ വിളിച്ച് ആ ബോംബ് ചെക്ക് ചെയ്യാനാ വില്ല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കള്ളന്മാരാണെങ്കിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സിറ്റിയുടെ മറ്റൊരു ഭാഗത്തുള്ള സീവർ പൈപ്പ് കറാളിസ് തുറക്കുന്നതും പുറത്തേക്ക് വരുന്നതും. പുറത്തേക്ക് കടക്കാന്ന് മാത്രമല്ല, അവൻ വേഗം തന്നെ എക്സിനെ കോണ്ടാക്ട് ചെയ്യുന്നു. പിന്നെ പറയണ്ടല്ലോ, അങ്ങോട്ട് പോകുന്നു, പിക്ക് ചെയ്യുന്നു. വണ്ടിയിൽ കയറിയ പാട് കറാളിസ് മോഷണം മുതൽ അവൻ്റെ അടുത്തോട്ട് അങ്ങ് വെക്കുന്നു. പുള്ളിക്കാരൻ കൊള്ളയടിക്കുന്ന സമയത്ത് ഒരൊറ്റ ബോക്സ് മാത്രമാണ് എടുത്തു വെച്ച്. കാരണം അത് അത്രയും വാല്യുബിൾ ആണ്. അതെന്താന്നും ഏതാന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേറ നാട് മൊത്തം ചെക്കിംഗ് ഊർജിതമാക്കുന്നത്. സിറ്റിയിലെ 4 സൈഡിലും പോലീസുകാരാണ്. സിറ്റിന്ന് പുറത്ത് കിടക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ കള്ളന്മാർ സേഫായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെക്കിംഗ് കിട്ടുന്നത്. ഇവരാണെങ്കിൽ സ്വീവർ പണിക്കാരുടെ വേഷത്തിലാണല്ലോ. അത് പ്രൂവ് ചെയ്യാനുള്ള പേപ്പർ വർക്കും അവരുടെ കയ്യിലുണ്ട്. അതൊന്നും പോരാണ്ട് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മേളിൽ ലണ്ടൻ വാട്ടേഴ്സ് എന്നുള്ള കമ്പനിയുടെ പേരുമുണ്ട്. സോ ചെക്കിങ്ങിൽ നിന്ന് നൈസായിട്ട് അങ്ങ് രക്ഷപ്പെടുന്നു. ഈ സമയത്താണ് സിറ്റിയിലെ CCTV ഫുട്ടേജസ് പോലീസുകാർ പരിശോധിക്കുന്നത്. അതിനകത്തുണ്ട് കള്ളന്മാര്. എന്നാൽ മാസ്ക് ധരിച്ചുകൊണ്ട് മുഖം വ്യക്തമല്ല. പക്ഷെ അവരുടെ കോസ്റ്റ്യൂമിൽ ലണ്ടൻ വാട്ടേഴ്സിന്റെ ലോഗോ ഉണ്ട്. ഇത് കണ്ടേക്ക് ലണ്ടൻ വാട്ടേഴ്സിന്റെ എല്ലാ വണ്ടികളും പ്രത്യേകം ചെക്ക് ചെയ്യാനാ സാറ പറയുന്നത്. എന്നാൽ ഇനി അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. കള്ളന്മാര് നമ്പർ പ്ലേറ്റ് മാറ്റുന്നു, ആ ലോഗോ മായ്ച്ചു കളയുന്നു, മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവന്മാര് സേഫായിട്ട് ബോർഡറും കടന്നു. പിന്നെ അവിടെ ഗംഭീര ആഹ്ലാദാണ്. അങ്ങനെ സേറ മോഷണം നടന്ന ബാങ്കിലെത്തി. ബിൽഡിങ്ങിലെ സ്റ്റോറേജ് യൂണിറ്റ് വഴിയാണ് കള്ളന്മാരകത്തോട്ട് കയറിയിട്ടുള്ളത്.
അതും റഹീം ആൻഡ് ഫാമിലി യൂസ് ചെയ്യുന്ന അതേ സ്റ്റോറേജ് യൂണിറ്റ്. അങ്ങനെ സേറ എത്രയും വേഗം റഹീമിനെ കണ്ടെത്താൻ പറയുന്നു. അവരാണെങ്കിൽ തിരിച്ച് ബിൽഡിങ്ങിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മോഷണത്തെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. ഇന്ന് കൃത്യം 6 മണിക്കാണ് അവർ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. സോ അതിനുവേണ്ടി റെഡിയായിട്ടിരിക്കുമ്പോഴാണ് ഈ വക നൂലാമാലകൾ. ഇതേ സമയം വില്ലിനെയാണ് കാണിക്കുന്നത്. കോർപ്പറലിന്റെ സംശയങ്ങൾ അറിഞ്ഞ് സാക്ഷാൽ ജനറലാണ് വില്ലിനെ കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ജനറൽ വില്ലിനെ കുറെ വഴക്ക് പറയുന്നു. ഇത്രയും വലിയ ഡൗട്ടുകൾ ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? സർ, ബോംബ് ഡിഫ്യൂസ് ചെയ്യുക, ജനങ്ങളെ രക്ഷിക്കുക, അതായിരുന്നു എൻ്റെ മെയിൻ പ്രയോറിറ്റി. ഐ എം സോറി മേജർ വിൽ, നിങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ധിക്കാരമാണ് നിങ്ങളുടെ മെയിൻ അല്ലേ? പിന്നെ അഫ്ഗാനിസ്ഥാനിൽ വെച്ച് മരിച്ച കൊളീഗ്സിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിരുന്നു. എന്തായാലും ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ, ബാക്കി അപ്പോൾ. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങേർക്കാണെങ്കിൽ ഭ്രാന്ത് കയറുകയാണ്. കോർപ്പറലിൻ്റെ ഒടുക്കത്തെ സംശയം കാരണം പണി കിട്ടിയിരിക്കുന്നത് വില്ലിനാ. ഇതേ സമയം കള്ളന്മാരെയാണ് കാണിക്കുന്നത്. ഇവർ സേഫായിട്ട് ഹൈഡൗട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. എക്സ് ആണേലോ ഇവർക്ക് മാറാനുള്ള വസ്ത്രം കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേറ റഹീമിനെയും ഫാമിലിനെയും ചോദ്യം ചെയ്യുന്നത്. റഹീം, നിങ്ങളുടെ സ്റ്റോറേജ് യൂണിറ്റ് ഒരു ക്രൈമുമായിട്ട് കണക്റ്റഡ് ആണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാം, ഈ ഒരു കോലാഹലം നടക്കുന്നതിന് മുമ്പ് 2 പേര് ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിലാണെങ്കിൽ കുറേ പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു. ബിൽഡിങ്ങിൻ്റെ ഓണർ പറഞ്ഞിട്ട് വരികയാണ് സ്റ്റോറേജ് യൂണിറ്റിൻ്റെ കീസ് വേണം എന്നൊക്കെയാണ് അവർ പറഞ്ഞ്. ഞങ്ങൾ ഇവിടുത്തെ ഇമിഗ്രൻസ് ആണല്ലോ, ഇത്രയും വലിയ പേപ്പർ വർക്കൊക്കെ ആയിട്ട് വന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാ അവർ നല്ലവരാണോ ചീത്തവരാണോ എന്ന്? അതുകൊണ്ട് സ്റ്റോറേജ് യൂണിറ്റിൻ്റെ കീസ് അവർക്ക് കൊടുത്തു. പിന്നീടായിരുന്നു ബോംബും ഇവാക്വേഷനും. ഈ സമയത്താണ് കള്ളന്മാരെ കാണിക്കുന്നത്. അങ്ങനെ കറാലിസ് അവൻ എടുത്തുകൊണ്ട് വന്ന ആ സ്പെഷ്യൽ ബോക്സ് ഉണ്ടല്ലോ, അതിനകത്ത് എന്താണെന്നങ്ങ് കാണിച്ചു കൊടുക്കുന്നു. കട്ട് ചെയ്യാത്ത നല്ല പ്യുവർ ഡയമണ്ട്, അതും ഏകദേശം 30 മില്യൺ വർത്ത് വരുന്ന ഒരു ഗംഭീര ഐറ്റം. ഈ സമയത്താണ് ഒരുത്തനൊരു ചോദ്യം ചോദിക്കുന്നത്. അല്ല, ഏത് ബോക്സിലാണ് ഈ സാധനം ഇരിക്കുന്നതെന്ന് നീ എങ്ങനെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു? അവിടെ അത്രയും ഡെപ്പോസിറ്റ് ബോക്സ് ഉണ്ടായിരുന്നില്ലേ? അപ്പോഴാണ് കറാലിസ് ആരാന്നും എന്താന്നും പറയുന്നത്. ഡയമണ്ട് മൈൻ ചെയ്യലാണ് അവൻ്റെ ഫാമിലിയുടെ യഥാർത്ഥ ബിസിനസ്. എന്നാൽ ചില കാരണങ്ങളാൽ ഫാമിലി ബിസിനസ്സിൽ നിന്ന് അവനെ പുറത്താക്കി. സോ കിട്ടിയ ചാൻസ് നോക്കി ഫാമിലിക്കിട്ട് ഒരു ഉഗ്രൻ പണി, അതും അവരുടെ ഡയമണ്ട് കൊള്ളയടിച്ചുകൊണ്ട്. ഇതാണ് സംഭവം. പക്ഷേ ഈ പ്രത്യേക ഡയമണ്ടുകൾ എടുക്കാൻ ബയ്യറിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല, അവൻ്റെ അടുക്കലുണ്ട് ബയ്യർ. അങ്ങനെ ബയ്യറിനെ വിളിക്കാനാന്നും പറഞ്ഞ് കറാലിസ് പുറത്തേക്ക് പോകുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് കുറച്ച് ഗുണ്ടകൾ അകത്തോട്ട് വരുന്നത്. അതും ഈ എൻഡെയർ കള്ളന്മാരെ കൊള്ളയടിക്കാനായിട്ട്. ഇവർ വരുന്നു, ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇത് കണ്ടേക്ക് എക്സ് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. എന്നാൽ യാതൊരു കാര്യമില്ല, പിടിക്കുന്നു, ഒരു ഷെഡിനകത്ത് പൂട്ടിയിടുന്നു. അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. ഇപ്പം വന്ന ഗുണ്ടകളുണ്ടല്ലോ, സാക്ഷാൽ കറാലിസിൻ്റെ ആൾക്കാരാണ്. എക്സ് ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും പൂട്ടാനാ ഇവൻ ഈ ഗുണ്ടകളെ ഹയർ ചെയ്തിട്ടുള്ളത്. ഇയാൾ ജസ്റ്റ് ഒരു ഗുണ്ട മാത്രമല്ല, ഇങ്ങരുടെ കസിനും കൂടിയാണ്. ഇനി ഈ ഡയമണ്ടിനെ കുറിച്ച് പറയാം. ഇതിങ്ങരുടെ ഫാമിലി ബിസിനസ്സൊന്നും അല്ലാട്ടാ. കറാലിസ് വർക്ക് ചെയ്തിരുന്നത് ഒരു സ്മഗ്ലറുമായിട്ടാണ്. ആർക്കും കിട്ടാത്ത പല പ്രത്യേക ഡയമണ്ടുകളും ആ സ്മഗ്ലറിന് ഒപ്പിച്ചു കൊടുത്ത് സാക്ഷാൽ കറാലിസ് ആയിരുന്നു. എന്നാൽ സ്മഗ്ലർ കറാലിസിനെ ചതിക്കുന്നു, കൊല്ലാൻ നോക്കുന്നു. അതിന്റെ പ്രതികാരമായിട്ടാണ് അങ്ങരുടെ ഡയമണ്ടുകൾ അവൻ മോഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നത്. കസിനും കറാലിസും തമ്മിലുള്ള ഡീൽ അനുസരിച്ച് ഡയമണ്ട് ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും കസിൻക്ക് സ്വന്തം. ഡയമണ്ട് മാത്രം കറാലിസ് എടുക്കും. എന്നാൽ ഡയമണ്ടിൻ്റെ 50% കസിൻക്ക് വേണമെന്നാണ് അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കറാലിസ് അത് കൊടുക്കാൻ തയ്യാറല്ല. ഇത്രയും ക്യാഷ് കിട്ടിയിട്ടും പിന്നെയും പിന്നെ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണല്ലോ. അങ്ങനെ കസിൻ അങ്ങ് വൈലൻ്റ് ആവുന്നു. പുള്ളിക്കാരനാകെ ഭ്രാന്ത് പിടിച്ച് ആ ഡയമണ്ടിൻ്റെ മുകളിലോട്ട് ഒരൊറ്റയടി. അതോടുകൂടി ആ ഡയമണ്ട് ഒരു ചില്ല് കഷ്ണം പൊടിയുന്നത് പോലെ അങ്ങ് ഇല്ലാണ്ടാവുന്നു. സോ ഇറ്റ്സ് എ ഫേക്ക്. ഇത് കണ്ടേക്ക് കറാലിസ് ആണെങ്കിൽ ആകെ കയ്യിന്ന് പോകുന്നു. അത്രയും റിസ്ക് എടുത്ത് കൊണ്ടുവന്ന സാധന വെറും പൊടിയായിട്ട് കിടക്കുന്നത്. അതുമാത്രമല്ല, അവൻ എടുത്തുകൊണ്ട് വന്ന മുഴുവൻ ഡയമണ്ടും ഇതേപോലെ തന്നെ നല്ല പക്ക ഫേക്കാണ്. ഇതൊക്കെ കണ്ടിട്ട് കസിൻ വിചാരിക്കുന്നത് കറാലിസ് അവനെ പറ്റിക്കുകയെന്നാ. അല്ല എന്നൊരു 100 പ്രാവശ്യം പറയുന്നുണ്ട് കറാലിസ്. പക്ഷെ ആര് കേൾക്കാൻ? അങ്ങനെ കസിൻ ബാക്കിയുള്ള ഗുണ്ടകളെ വിളിപ്പിക്കുന്നു, കറാലിസിനെ പിടിച്ചു വെക്കുന്നു. എന്നിട്ട് സത്യം പറയടാന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൻ്റെ മുകളിലോട്ട് ഒരൊറ്റയടി, അതും റഞ്ച് കൊണ്ട്. വേദന കൊണ്ട് പൊളയണവൻ. മോനെ കറാലിസെ, സത്യം പറ, ആ ഡയമണ്ട് എവിടെ? എടോ സത്യമായിട്ടും എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ കസിൻ കറാലിസിനെ ഡിക്കി കയറ്റുന്നു, കൊണ്ടുപോകുന്നു കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട്. ഇവിടെ എക്സ് ആണെങ്കിൽ കയ്യിൻ്റെ മേളിത്തെ കെട്ടഴിക്കാനായിട്ട് കുറെ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ കൂട്ടത്തിലൊരുത്തന് വെടിയേറ്റിട്ടുണ്ട്. അയാളുടെ കണ്ടീഷനാണെങ്കിൽ ഭയങ്കര മോശാ. ഇതേ സമയം വില്ലിനെയാണ് കാണിക്കുന്നത്. അങ്ങേര് വീട്ടിലെത്തി. അപ്പോഴാണ് ഒരു കോള് വരുന്നത്. സംഭവം വേറൊന്നുമില്ല, ഫോറൻസിക് റിപ്പോർട്ട് വന്നു. അത് പ്രകാരം ബോംബിൻ്റെ കെമിക്കൽ സിഗ്നേച്ചർ ട്രേസബിൾ ആണ്. അങ്ങനെ വില്ല് ചോദിക്കുകയാണ്, ട്രേസബിളോ? എങ്ങോട്ട്?
നമ്മളിലേക്ക് US ആർമിയിലേക്ക് കോർപ്പറൽ സംശയിച്ചതുപോലെ അത് സെക്കൻഡ് വേൾഡ് വാറിലെ ബോംബൊന്നുമില്ല. സാധനം നല്ല പക്ക മോഡേൺ ബോംബാ. ചുരുക്കി പറഞ്ഞ മോഷണം നടത്താനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു മറ. അത് മാത്രമാണ് ആ ബോംബ്. US ആർമിയിലെ കെമിക്കൽ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മളിൽ ഒരാളാണ് ചാരൻ. അതാരാന്ന് കണ്ടെത്തണം. നീ നാളെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഹീം ബിൽഡിങ്ങിൻ്റെ ടെറസിലോട്ട് പോകുന്നത്. അതും ഡ്രോണുകൾ പറത്തിയ അതേ സെയിം സ്ഥലത്തോട്ട്. അവിടെ വെച്ചിട്ടാണ് അടുത്ത ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. 2 ഡ്രോണുകളാണ് കള്ളന്മാർ പറത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ തൊന്ന് ആദ്യം വർക്ക് ചെയ്തിരുന്നില്ല. പിന്നീട് കറാലിസാണ് അത് റെഡിയാക്കി എടുക്കുന്നത്. അതും ഒരു മറവിലിരുന്നുകൊണ്ട്. ആ സമയത്ത് കറാലിസ് തന്നെയാണ് നൈസായിട്ട് ഒറിജിനൽ ഡയമണ്ടുകൾ ഫേക്കാക്കി മാറ്റുന്നത്. എന്നിട്ട് ഒറിജിനൽ അവിടെ തന്നെ വെക്കുന്നു. റഹീമാണ് അതങ്ങ് റിക്കവർ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞ കറാലിസ് ആൻഡ് റഹീം ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ ടീമിൽ ഇനിയൊരു മിലിറ്ററി ചാരനും കൂടിയുണ്ട്. ഇതേ സമയം എക്സ് കയ്യിലെ കെട്ടഴിക്കുന്നു, ഷെഡിൽ നിന്ന് പുറത്തു കടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെടിയേറ്റ കള്ളൻ അങ്ങ് മരിക്കുന്നത്. പക്ഷെ അതൊന്നും നോക്കാൻ എക്സിന് സമയമില്ല. മോഷണം മുതലടക്കം കസിൻ കൊണ്ടുപോയിട്ടുണ്ട്. സോ എത്രയും വേഗം അവരെ പൂട്ടണം. അങ്ങനെ എക്സ് ഒരു ടാബ്ലറ്റ് എടുക്കുന്നു. അതിനകത്തുണ്ട് കറാലിസിൻ്റെ ലൊക്കേഷൻ. അപ്പോഴാണ് മറ്റൊരു കാര്യം റിവീലാവുന്നത്. ഇവർക്ക് മാറാനുള്ള വസ്ത്രം കൊടുത്ത് സാക്ഷാൽ എക്സ് ആണ്. ആ ഡ്രസ്സിനകത്ത് GPS വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എക്സും ബാക്കിയുള്ള കള്ളന്മാരും കൂടെ കറാലിസിൻ്റെ പിന്നാലെ പോകുന്നു. കറാലിസ് ആണെങ്കിൽ ഡിക്കി കിടന്ന് ഒച്ചയുണ്ടാക്കുകയാണ്. എന്നാൽ യാതൊരു കാര്യമില്ല. അങ്ങനെ കറാലിസ് ഫോൺ എടുക്കുന്നു, ആർക്കോ ലൈവ് ലൊക്കേഷൻ അയക്കുന്നു. ഇതേ സമയം റഹീമാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാനിരിക്കുകയാണ്. അവൻ കൊണ്ടുപോകുന്ന ലഗേജിനകത്ത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഡയമണ്ടുകൾ ഭദ്രമാക്കി വെക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് കോർപ്പറൽ ക്ലോക്ക് സ്റ്റോപ്പറിനകത്ത് ഒരു സാധനം കണ്ടെത്തുന്നത്. ബോംബിൻ്റെ ടൈമറിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പുതിയ ഡിവൈസ്. അതായത് ആരാണോ ബോംബ് വെച്ച് അവർ ഈ സാധനം വെച്ചുകൊണ്ടാണ് ടൈമർ കൺട്രോൾ ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേറ റഹീം താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഓണറുടെ ഡീറ്റെയിൽസ് എടുക്കുന്നത്. ആ ഫ്ലാറ്റിന്റെ ഓണർ സാക്ഷാൽ കറാലിസ് ആണ്. അവന്റെ പേരിലാണെങ്കിൽ ഇഷ്ടം പോലെ കേസുണ്ട്. റോബറി, സ്മഗ്ലിംഗ്, അങ്ങനെ കുറേ എണ്ണം. അങ്ങനെ സേറ എത്രയും വേഗം കറാലിസിനെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഇതേ സമയം കള്ളന്മാരാണെങ്കിൽ കസിന്റെ വണ്ടിക്ക് വട്ടം വെക്കുന്നു. വട്ടം വെക്കാന്ന് മാത്രമല്ല, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു. ഇനിയുള്ള കറാലിസ് മാത്രമാണ്. അവർക്കിപ്പോൾ കറാലിസിനോട് തീർത്താ തീരാത്ത പകയാണ്. അവരെ ചതിച്ചതുകൊണ്ടുള്ള പക. അങ്ങനെ എക്സ് കറാലിസിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നു. അപ്പോഴാണ് എക്സിന്റെ കഴുത്തിലോട്ടൊരു ബുള്ളറ്റ് കയറുന്നത്. എക്സിന്റെ മാത്രമല്ല, ഓരോ കള്ളന്മാരെയും സ്നൈപ്പർ വെച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് ചെയ്യുന്ന വേറെ ആരുമില്ല, മേജർ വില്ലാണ്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. റഹീം, കറാലിസ്, വിൽ ഇവർ 3 പേരും കൂടിയുള്ള ഒരു ഒത്തുകളിയാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോംബിനെ കൺട്രോൾ ചെയ്തിരുന്നതും കറക്റ്റ് സമയം നോക്കി പൊട്ടിച്ചതും എന്ന് വേണ്ട ബോംബുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാം മേജർ വില്ലാണ് ചെയ്തിരുന്നത്. അങ്ങനെ കറാലിസ് വേഷം മാറി നേരെ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് സ്വന്തം പാസ്പോർട്ട് ഉപയോഗിച്ച് മാരക്കേഷ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ടിക്കറ്റ് എടുക്കുന്നു. വില്ലാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റ് വെച്ച് നാട് വിടുന്നു. അതേപോലെ തന്നെ റഹീം ആൻഡ് ഫാമിലി. ഈ സമയത്താണ് കോർപ്പറൽ സേറേനെ കാണാൻ വരുന്നത്. അങ്ങേർക്ക് മനസ്സിലായി ഇതിന് പിന്നിൽ മേജർ വില്ലാണ്. അങ്ങനെ അക്കാര്യം സേറേനെ അറിയിക്കുന്നു. അങ്ങനെ സേറ കറാലിസിന്റെ ഫോട്ടോ ആണ് കാണിച്ചു കൊടുക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ റഹീമിന്റെ ഫോട്ടോ ഉണ്ടിട്ടാ. കറാലിസിന്റെ ഫോട്ടോ കണ്ടിട്ട് അങ്ങേർക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ റഹീമിനെ അങ്ങേർക്ക് നന്നായിട്ടറിയാം. മാം, വില്ല് പണ്ട് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. അവിടെ വെച്ചുണ്ടായ ഒരു മിഷൻ കാരണം പുള്ളിക്കാരന് PTSD ആണ് എന്നൊരു പറച്ചിലുണ്ട്. ആ സമയത്ത് വില്ലിന്റെ ട്രാൻസ്ലേറ്റർ ആയിരുന്നു ഈ റഹീം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവനെയും അവൻ്റെ കുടുംബത്തെയും വില്ലാണ് രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് കേട്ടേക്ക് സേറയാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം കറാലിസ് വർക്ക് ചെയ്തിരുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഒരു മൈനിലാണ്. സോ ഇവരെല്ലാവരെയും കണക്ട് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഈ സമയത്താണ് മാരക്കേഷിലോട്ട് ടിക്കറ്റ് എടുത്ത കാര്യം സേറ അറിയുന്നത്. പിന്നെ അവരൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോകുന്നു. എന്നാൽ അത് വേറൊരു ഡിസ്ട്രാക്ഷൻ മാത്രമായിരുന്നു. പുള്ളിക്കാരൻ ഫേക്ക് പാസ്പോർട്ട് ഉപയോഗിച്ച് വേറെ ഫ്ലൈറ്റും പിടിച്ച് സേഫ് ആവുന്നു. അതും നേരെ ഇസ്താംബുളിലോട്ട്. ഇതേ സമയം സേറ എൻ്റെ പോലീസിനെയും കൊണ്ട് വില്ലിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ വില്ലില്ല. പുള്ളിക്കാരൻ്റെ ഒരു ജേണൽ മാത്രമാണുള്ളത്. അതിനകത്തുണ്ട് ഇവരുണ്ടാക്കിയെടുത്ത ഈ ബോംബിൻ്റെ ഒരു പക്ക പ്ലാൻ. അത് മാത്രമല്ല, ആ ബോംബ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളും അങ്ങേരുടെ വീട്ടിലുണ്ട്. സോ ഇവർ വലിയൊരു മോഷണം പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു ബോംബ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇന്നലെ രാത്രി റഹീമിൻ്റെ സഹായത്തോടുകൂടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കുഴിച്ചിടുന്നു. പിറ്റേ ദിവസം ബോംബ് കണ്ടെടുക്കുന്നു, ബഹളം വരുന്നു. വില്ല് തന്നെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയുന്നു. സോ സിറ്റി നല്ല പക്ക ക്ലീൻ. അങ്ങനെ ഈ ഒരു ബോംബിൻ്റെ മറവിൽ കറാലിസ് കൊള്ളയടിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഈ മോഷണം അങ്ങേർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നും അറിയാത്തൊരു ടീമിനെ ഹയർ ചെയ്യുന്നു. അതായിരുന്നു എക്സാൻ ടീം. എന്നാൽ പോലീസ് അവരെ കണ്ടെത്തുന്നു. അപ്പോഴാണ് വില്ല് ആ ബോംബ് അങ്ങ് പൊട്ടിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ടീംസ് എല്ലാവരും സേഫ് ആവുന്നു.
പിന്നീട് എക്സിനെയും ടീമിനെ ഒതുക്കാൻ വേണ്ടി കസിനെ കൊണ്ടുവരുന്നു. പക്ഷെ കസിൻ വന്നപ്പോൾ കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോയി. ഇതൊക്കെയാണ് ഇവിടെ നടന്നത്. അങ്ങനെ കറാലിസ് ഇസ്താംബുളിലെത്തി. അങ്ങോട്ടാണ് വില്ലൻ റഹീം പോയിരിക്കുന്നത്. അവിടെയാണ് അവരുടെ ബയ്യറിൽ. അങ്ങനെ സാധനം വിൽക്കുന്നു, പണക്കാരാവുന്നു. ഓരോരുത്തർക്കും 30 മില്യൺ വീതാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഗുഡ് ബൈയും പറഞ്ഞ് 3 പേരും 3 വഴിക്ക് പോകുന്നു. ഇനി ഇവർ കണ്ടുമുട്ടോ, പുതിയൊരു മോഷണം പ്ലാൻ ചെയ്യോ, ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ മറ്റേ അഫ്ഗാനിസ്ഥാൻ കണക്ഷൻ അങ്ങ് കാണിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനാണ് കാണിക്കുന്നത്. കറാലിസ് പറഞ്ഞതുപോലെ ഒരു മൈനിലാണ് അവൻ വർക്ക് ചെയ്തിരുന്നത്. പ്രഷ്യസ് ആയിട്ടുള്ള കല്ലുകൾ, ഡയമണ്ടുകൾ ഇതെല്ലാം തൻ്റെ ബോസിന് വേണ്ടി കണ്ടെത്തി കൊടുക്കലാണ് അവൻ്റെ യഥാർത്ഥ ജോലി. അങ്ങനെ ഒരു ദിവസം ബോസ് അവനെ ചതിക്കാൻ നോക്കുന്നു, കൊല്ലാൻ നോക്കുന്നു. കുറേ ഗുണ്ടകൾ അവനെ അങ്ങ് കൊണ്ടുപോവുകയാണ് കൊല്ലാനായിട്ട്. ഈ സമയത്താണ് വില്ലിനെയും റഹീമിനെയും കാണിക്കുന്നത്. വില്ലിൻ്റെ ട്രാൻസ്ലേറ്റർ ആയിരുന്നു റഹീം. പിന്നെ പോരാത്തതിന് നല്ലൊരു സുഹൃത്തും. അങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് തീവ്രവാദികൾ എന്തിനോ വേണ്ടി റെഡിയായിട്ടിരിക്കുന്നത്. ഇവരപ്പം തന്നെ കവറിലിരിക്കുന്നു. എന്നാൽ ആ മണ്ണിൻ്റെ അടിയിൽ ഫുള്ള് മൈൻസാണ്. അതിൻ്റെ മുകളിൽ അങ്ങ് ചവിട്ടുകയാണ് വില്ല്. കാലെങ്ങാനെടുത്താൽ തീർന്നു. ഇതേ സമയം കറാലിസിനെയും കൊണ്ട് ഗുണ്ടകൾ വരുന്നു. അവർ വരുന്നത് തീവ്രവാദികളുടെ അണ്ണാക്കിലോട്ടാണ്. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഗംഭീര ഷൂട്ടൗട്ടാണ്. കറാലിസ് രക്ഷപ്പെട്ട് ഓടി വരുന്നത് വില്ലിൻ്റെ അടുത്തോട്ടും. എന്നാൽ ഗുണ്ടകളും തീവ്രവാദികളും അവിടെ തന്നെയുണ്ട്. ഇവരുടെ കാര്യത്തിലൊരു തീരുമാനമാക്കിയാലേ ഇവർക്ക് 3 പേർക്കും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇങ്ങേരാണെങ്കിൽ മൈൻസിൻ്റെ മുകളിലാണ് നിൽക്കുന്നതും. അങ്ങനെ വില്ല് ഈ മൈനിൻ്റെ വയർ കണ്ടുപിടിച്ചു. തൊട്ടപ്പുറത്തെ പാറക്കല്ലിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കണക്ഷനുള്ളത്. സോ അവിടെ പോയിട്ട് ആ ബോംബ് ഡിസ്കണക്ട് ചെയ്താൽ കറാലിസിനെ സഹായിക്കാമെന്ന് പറയുന്നു. ഇത് കേട്ടേക്ക് കറാലിസ് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുകയാണ് ബോംബ് ഡിസ്കണക്ട് ചെയ്യാനായിട്ട്. റഹീമാണേലോ കവറിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ വില്ലിൻ്റെ നിർദ്ദേശപ്രകാരം കറാലിസ് ബോംബ് ഡിസ്കണക്ട് ചെയ്തു. അതേപോലെ തന്നെ റഹീം ഗുണ്ടകളുടെ കാര്യത്തിലും തീവ്രവാദികളുടെ കാര്യത്തിലും ഒരു തീരുമാനമാക്കി. അവിടെ വെച്ചിട്ടാണ് അവർ 3 പേരും സുഹൃത്തുക്കളാവുന്നത്. പിന്നീട് 10 വർഷത്തെ നീണ്ട പ്ലാനിന് ശേഷം അത്രയും വലിയ മോഷണം പുൾ ഓഫ് ചെയ്തു. പണത്തിനു വേണ്ടി, കറാലിസിൻ്റെ ബോസിനോടുള്ള പക തീർക്കാനും. ഇനി അവർ ഈ പൈസയും കൊണ്ട് എന്താണ് ചെയ്തതെന്നറിയണ്ടേ? കറാലിസ് തൻ്റെ ചെറുപ്പകാലത്തെ ഒരു ആഗ്രഹം അങ്ങ് ഫുൾഫിൽ ചെയ്തു. സെൻട്രൽ ആഫ്രിക്കയിലെ ഒരു നേച്ചർ റിസർവ് അങ്ങ് പർച്ചേസ് ചെയ്തു. ഇന്റർപോളിന്റെ ടോപ്പ് 20 മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുണ്ട് ഇവരുടെ പേരുകൾ. റഹീം ആണെങ്കിൽ കാശും കൊണ്ട് പുതിയൊരു കമ്പനി തുടങ്ങാനുള്ള പരിപാടിയിലാണ്, അതും തൻ്റെ ലാസ്റ്റ് നെയിം മാറ്റിക്കൊണ്ട്. പിന്നെ മേജർ വിൽ, പുള്ളിക്കാരൻ 25 മില്യൺ ഫ്യൂസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി അങ്ങ് ഡൊണേറ്റ് ചെയ്തു. ഈ ഫ്യൂസ് എന്ന് പറയുന്നത് ലോകത്തെമ്പാടുള്ള ഒരു ബോംബ് ഡിസ്പോസൽ ടീംസാണ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.